ഈയിടയ്ക്ക് കണ്ട ഒരു സിനിമയാണ് 'ത്രാഷ്'. നെറ്റ്‌ഫ്ലിക്സിലുള്ളതാണ്. നിങ്ങൾക്ക് കാണണമെങ്കിൽ അവിടുന്ന് കാണാം. ഞാൻ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. വേണമെങ്കിൽ അല്ല, എന്തായാലും കൊടുക്കും. അപ്പോൾ ആ സിനിമ ആദ്യം ഞാൻ കണ്ടപ്പോൾ നെറ്റ്‌ഫ്ലിക്സിലെ തംബ്നെയിൽ പോലത്തെ സാധനത്ത് വീഡിയോ പ്ലേ ചെയ്യുമല്ലോ, ട്രെയിലർ പോലെ അല്ലെങ്കിൽ കുറച്ച് സീൻ പോലെ. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഫ്ലഡ് വന്നിട്ട് അതിൽ കൂടെ ട്രാഷ് വരില്ലേ, ശരിക്കുള്ള ട്രാഷ്, ത്രാഷല്ല ട്രാഷ്, അത് വന്നിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നതാണ്. ആദ്യം ഫ്ലഡ് വരും, പിന്നെ ഇത് വന്നിട്ട് ബുദ്ധിമുട്ടാവും എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും സോഷ്യൽ മെസ്സേജിങ് ഉണ്ടോ എന്ന് വിചാരിച്ചത്. പിന്നെയാണ് സ്പെല്ലിങ് ശ്രദ്ധിച്ചത്, ത്രാഷാണ്. അപ്പോൾ അടിക്കുന്ന സംഭവമാണ്. അടിക്കുന്നതായിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്താണ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എനിക്ക്. പക്ഷെ എന്തിരുന്നാലും സിനിമ കണ്ടു. സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഫ്ലഡ് അല്ല ശരിക്കും. ഫ്ലഡ് ആദ്യം വരും, പിന്നെ അതിൻ്റെ കൂടെ ഷാർക്ക് വരും. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഷാർക്ക് വന്നിട്ട് എന്താ ചെയ്യുക, ആളുകളെ കടിച്ചു കൊല്ലും. കടിച്ചിട്ട് ചാവുമെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ചാവില്ല കേട്ടോ. ആൾക്കാർ കയ്യൊക്കെ കുടിഞ്ഞ് പിന്നെ എണീറ്റൊക്കെ വരും. പിന്നെ ഏറ്റവും വലിയ സ്പോയിലറാണെന്ന് പറയാം, എങ്കിലും പറയുകയാണ്, വെർത്തായിട്ടുള്ള സ്പോയിലർ ആയതുകൊണ്ട് പറയുകയാണ്, നല്ല ആൾക്കാരും മരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആശ്വാസമായിട്ട് കാണാം. ഷാർക്കിനെ കടിച്ചടിച്ച് കൊല്ലുന്നുണ്ടെങ്കിൽ പോലും ആരും മരിക്കുന്നില്ല എന്നുള്ള നിങ്ങൾക്ക് ആശ്വാസം ഞാനിപ്പോഴേ തരികയാണ്. സോ അതുകൊണ്ട് തന്നെ അതും ഒരു ഫ്രഷ് ഐഡിയയാണ്. ഒരു ത്രില്ലർ സിനിമയിൽ ആരും മരിക്കുന്നില്ല. നല്ല ആൾക്കാർ ആരും മരിക്കുന്നുണ്ട്. മരിക്കുന്നവരൊക്കെ നശിഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, വില്ലന്മാരായിട്ടുള്ള ക്ലീശയായിട്ടുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് ആശ്വസിക്കാം, നിങ്ങൾക്കൊരു ഹൃദയമിടിപ്പ് അധികം കൂട്ടേണ്ടി വരില്ല. അങ്ങനത്തെ കുറേ പ്രൊട്ടാഗണിസ്റ്റും ആൻറ്റഗണിസ്റ്റും ഒക്കെ ഉള്ള സിനിമയാണ്. മെയിൻ ആൻറ്റഗണിസ്റ്റ് ഷാർക്കാണ്. അപ്പം ഷാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, അതിന് വെള്ളം കിട്ടി, അകത്ത് കയറുന്നു, വീടിൻ്റെ അകത്തൊക്കെ വരുന്നുണ്ട്, ഓടിക്കളിക്കുന്നുണ്ട്, എപ്പോഴും ഇതിനെ തീറ്റാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു വലിയ ഷാർക്ക്, ഒരു മദർ ഷാർക്ക്. ഞാൻ ആദ്യം കേൾക്കുമ്പോൾ അതാണെന്ന് വിചാരിക്കും, എന്താ വില്ലത്തിയെന്ന്. അതല്ല, അതാണ് സംഭവം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവസാനം ഒരു എന്താ പ്രൊട്ടാഗണിസ്റ്റ് മരിക്കുന്നു ഉള്ള സമയത്ത് ഇതൊന്ന് രക്ഷിക്കും. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? സോ അങ്ങനെയൊക്കെയാണ് കഥ പോകുന്നത്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും കാണുക. ഒരു നല്ല സിനിമയാണ്. ഒരു 20 വർഷം മുമ്പ് നെറ്റ്ഫ്ലിക്സ് കാസറ്റൊക്കെ വിറ്റുകൊണ്ടിരുന്നൊരു സ്റ്റോറായിരുന്നില്ലേ, അപ്പോൾ ആളുകൾ കാസറ്റ് ഇങ്ങനെ റെൻറ്റിന് എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് കാസറ്റ് ഇട്ട് VCRൽ ഇട്ട് ഇരുന്നെങ്കിൽ അടിപൊളിയായേനെ. ഇപ്പം എന്തിനാണ് അവരെടുത്തതെന്ന് അറിഞ്ഞൂടാ. എനിക്കൊരു പണ്ടത്തെ ജോ അല്ലേ, ജോയോ മറ്റേ ഷാർക്കിൻ്റെ കഥയുള്ളത്, അപ്പം അതിൻ്റെ ഒരു റിപ്ലിക്കേഷൻ എന്നുള്ളത് കിട്ടിയാണ് തോന്നുന്നത്. നല്ല ഫ്രഷ് ഐറ്റമാണ്. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. ഞാനിനി 4 സ്റ്റാർ കൊടുക്കുന്നു 10. സോ ഹൈലി വേണമെങ്കിൽ കാണാം എന്നുള്ള രീതിയിലുള്ള റെക്കമെൻഡേഷനാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കാണുന്നേ, വെറുതെ ഇരിക്കുകയല്ലേ സമയം. ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്വൈപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ടോ, ഈ യൂട്യൂബിൽ ഷോർട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ടോ ഇങ്ങനത്തെ സിനിമയൊക്കെ കാണാം. രണ്ട് തമ്മിൽ എന്ത് വ്യത്യാസമല്ലേ? എന്തായാലും കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം പറയാം. കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ കാണുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാവുന്നതാണ്. സോ ബൈ.